പിന്നെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വലിയ ടോപ്പിക്കൊന്നുമല്ല കേട്ടോ. അബ്രോഡും ലോൺലിനെസ്സിനെയും പറ്റിയിട്ടാണ്. ഈ അബ്രോഡ് പോകുന്നതിനെയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ കൂടെ പറയുന്ന കാര്യമാണ് ലോൺലിനെസ്. ഒറ്റയ്ക്കായി പോവില്ലേ? ശരിയാണ്. അപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2022 ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ പോകുന്നത്. അപ്പോൾ കാനഡയിൽ പോയപ്പോൾ എൻ്റെ കൂടെ എനിക്കൊരു റൂംമേറ്റൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര സൈലൻ്റായിട്ട് തോന്നാൻ തുടങ്ങി. അതിപ്പോൾ അബ്രോഡ് പോയി സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോയി ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അങ്ങനെ തോന്നും, ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നും. അത് പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എൻ്റെ ലൈഫ് പറയുകയാണെങ്കിൽ എനിക്കൊരു 4 വയസ്സുള്ളപ്പോൾ തൊട്ട് എൻ്റെ ഉമ്മി ഡേ കെയറും പ്ലേ സ്കൂളും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഡേ കെയർ വന്നിട്ട് എൻ്റെ വീട്ടിലൊരു റൂമിൽ തന്നെയായിരുന്നു എനിക്കൊരു 10-11 വയസ്സുള്ളപ്പോൾ വരെ. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഒരു റൂം എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ട് അവിടെയാണ് ഡേ കെയർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ശബ്ദമാണ് വീട്ടിൽ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം വീട്ടിലൊരു സമാധാനം ഇല്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ കുട്ടികളെ കൊണ്ട് ആക്കാൻ പാരൻസ് വരുന്നതിൻ്റെ ശബ്ദം, കുട്ടികൾ കരയുന്നതിൻ്റെ ശബ്ദം, അതിപ്പോൾ വൈകിട്ട് പാരൻസ് ജോലി കഴിഞ്ഞൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നവരെ ഈ ശബ്ദം കാണും. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയായിരുന്നു കുറേ നാൾ, സ്കൂള് കഴിയുന്നവരൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോഴും ഹോസ്റ്റലിൽ ഒത്തിരി പേരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അപ്പോഴും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഹോസ്റ്റലൊക്കെ നിന്ന് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു, അപ്പോഴും സെയിം റിപ്പീറ്റ്. ഞാൻ വീട്ടിൽ ഇങ്ങനെ കുട്ടികളുടെ ശബ്ദം എല്ലാം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് കാനഡയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത ഫാക്ടറാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും എത്ര പേര് ചുറ്റിനും ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പോൾ കാനഡയിൽ ഞാൻ നിന്ന വീട്ടിലെന്ന് പറയുമ്പോൾ അപ്പോൾ 6 റൂമുണ്ട്. 6 റൂമിലും 5 റൂമിലും വേറെ ആൾക്കാരുണ്ടാവും, ഞാൻ എൻ്റെ റൂമിലായിരിക്കും. പക്ഷെ എന്നാലും സൈലൻസ്, ഒറ്റപ്പെടൽ, നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങൽ, ഇങ്ങനെയൊക്കെ പഠിച്ചത് ശരിക്കും അബ്രോഡ് പോയതിന് ശേഷം കേട്ടോ. അത് ഞാൻ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തത് എപ്പോഴാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു 2022 കാനഡയ്ക്ക് പോയിട്ട് 2024 ഞാൻ വീട്ടിൽ പോയായിരുന്നു, വെക്കേഷന് പോയായിരുന്നു. അപ്പോൾ വെക്കേഷന് പോയപ്പോൾ ഇത് തന്നെ എൻ്റെ വീട്ടിലെ ശബ്ദം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ശബ്ദമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഞാൻ ക്യാബിൽ എൻ്റെ കാനഡയിൽ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കയറാൻ നേരം തൊട്ട് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി ആ സൈലൻസ്. എന്താണ് എൻ്റെ വീട്ടിലുള്ളത് പണ്ട് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞത്, ഇപ്പോൾ എന്നെ ഹോണ്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തു.